ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചു. അപകടശേഷം ചികിത്സയിലായിരുന്ന കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി അമൽ ഫ്ലാങ്കിലിയാണ് മരിച്ചത്. SKS ട്രാവൽസിന്റെ AC സ്ലീപ്പർ ബസ്സാണ് രാത്രി 12 മണിയോടെ നിയന്ത്രണം വിട്ട് കുത്തനെ മറിഞ്ഞത്. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. കർണാടകയിലെ ഹുൻസൂരിൽ വെച്ചായിരുന്നു അപകടം. പുലർച്ചെയാണ്, അർദ്ധരാത്രിയാണ് 12:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം മൈസൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമൽ ഫ്രാങ്ക്ലിൻ. അതിന് പിന്നാലെയാണ് ചികിത്സയിലിരിക്കെയാണ് ജീവൻ നഷ്ടമാകുന്നത്. ഈ ബസ് മറിഞ്ഞ ആ സമയത്ത് ബസ്സിനടിയിലേക്ക് ഇയാൾ പെട്ടു എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകിയ വിവരം. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നിരവധി പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്നത്. ഇന്ന് 12:45 ഈ അപകടം ഉണ്ടാവുന്നത്. ബസിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് യാത്രക്കാരുടെ പ്രതികരണം വന്നിട്ടുള്ളത്. അതായത് ബസ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. 2 പ്രാവശ്യം ബസ് തലകുത്തനെ മറിഞ്ഞ് നീങ്ങി എന്നുള്ളതാണ് യാത്രക്കാരെല്ലാം പറയുന്നത്. ഏതായാലും നിലവിൽ 22 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ നിസ്സാര പരിക്കുള്ള ആളുകളെല്ലാം തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇതുകൂടാതെ ഉള്ളതാണ് ഈ അമൽ ഫ്രാങ്ക്ലിന് ജീവനഷ്ടമായത്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മഞ്ചേരി പെരിന്തൽമണ്ണ വഴി കോഴിക്കോട്ടേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ശരി, ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.